Hi everyone, so in this video again we are continue understanding about two other important type of the stress in plant. Okay, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് സ്ട്രെസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ടെമ്പറേച്ചർ സ്ട്രെസ്. സോ ആക്ച്വലി ലൈറ്റ്, ടെമ്പറേച്ചർ ഇതൊക്കെ പ്ലാന്റിന് എങ്ങനെയാണ് സ്ട്രെസ്സായിട്ട് മാറുന്നത്? ലെറ്റ്സ് ഡിസ്കസ് ഇൻ വെരി ഈസിലി. ഓക്കെ, അതിൽ നിന്ന് എന്താണ് വാട്ട് ഈസ് ലൈറ്റ് സ്ട്രെസ്? സോ ലൈറ്റ് സ്ട്രെസ് ഹാപ്പൻ ചെയ്യുന്നത് ഒരു ചെടി നല്ല ഷെയ്ഡിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിയുകയാണെന്ന് വിചാരിച്ചു. ആ ചെടി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയുമായിരുന്നു. ബട്ട് സൂൺ വാട്ട് ഹാപ്പനസ്, അവർ ഭയങ്കര സാഡായി. കാരണം എന്താ അറിയോ? ദ ലൈറ്റ് എക്സ്പോഷർ. അപ്പം എപ്പോഴും ഈ ലൈറ്റ് സ്ട്രെസ് നടക്കുന്നതും അങ്ങനെയൊരു സിറ്റുവേഷൻസിലാണ്. ഇപ്പോൾ യൂഷ്വലി ഹോം സിക്നെസ്സുള്ള ആൾക്കാർ ഹോസ്റ്റലിലേക്കൊക്കെ പോയിട്ട് താമസിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ സ്ട്രെസ്സ് ഫീൽ ചെയ്യും. ദ സെയിം കൈൻഡ് ഈസ് ഹാപ്പനിങ് ഹിയർ. ലൈറ്റ് സ്ട്രെസ് ഹാപ്പൺ വെൻ ദ പ്ലാന്റ് ദാറ്റ് ആർ യൂസ് ടു ഷെയ്ഡ് സഡൻലി റിസീവിങ് ടൂ മച്ച് സൺലൈറ്റ്. സോ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് എന്താവും? ഇവർക്ക് കുറേ മാറ്റങ്ങൾ വരും. അതിലുള്ള മേജർ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ increase their light harvesting chlorophyll or they make more photosystem too. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും എന്ത്, ഫോട്ടോസിന്തസിന് ആവശ്യമുള്ള, നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ. അത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സും ഫോട്ടോ സിസ്റ്റംസും ഒക്കെ. ഇവിടെ ഇവരുടെ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് കൂടിക്കൂടി വരികയാണ്. ഫോട്ടോ സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, റിയാക്ഷൻ സെൻറ്ററും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സും. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പാനൽ പോലെ നമ്മുടെ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളും അത് നേരെ കൊണ്ടുപോകുന്ന ഭാഗമാണ് എന്ത്, റിയാക്ഷൻ സെൻറ്റർ. ഈ ഭാഗങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, റിയാക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റംസൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ ദിസ് വർക്ക്സ് വെൽ ഇൻ ഷെയ്ഡ് ബട്ട് ബിക്കം എ പ്രോബ്ലം ഇൻ ഫുൾ സൺലൈറ്റ്. ചെറിയ രീതിയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫുൾ സൺലൈറ്റ് ആവുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് പാവം ആ പ്ലാന്റ് ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ് വൈ ഡസ് പ്ലാന്റ് സ്ട്രെസ് ഹാപ്പൺ? വൈ ഡസ് ലൈറ്റ് സ്ട്രെസ് ഹാപ്പൺ? എന്തുകൊണ്ടാണ്? When this shade adapter plant suddenly gets strong sunlight, they absorb more light than they can use. അവർക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ആവശ്യമില്ലാത്ത ഒരുപാട് സൺലൈറ്റ് ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഡാർക്ക് റിയാക്ഷൻ കനോട്ട് കൺവേർട്ട് ഓൾ ദാറ്റ് എക്സ്ട്രാ എനർജി ഇൻ ടു ഷുഗർ. അവർക്കത് ഈ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ ഫുഡായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇവരെന്താണ്, ഇവർ സഫോക്കേറ്റ് ചെയ്യാണ്. ഒരുപാട് സൺലൈറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ എങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഇലക്ട്രോൺസ് അവൈലബിൾ ആണ് അല്ലേ, ഈ ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഷുഗർ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഒരുപാട് സൺലൈറ്റ് വരുന്ന സമയത്ത് ഇവർക്ക് ഇതെന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല പ്ലാന്റിന്. സോ ദ ഇലക്ട്രോൺ ഗെറ്റ് പുഷ്ഡ് ഓൺ ടു ദ, പിന്നെ ആ ഇലക്ട്രോൺസ് എവിടത്തേക്കാണ് പോവുക? നേരത്തെ നമ്മൾ വാട്ടർ സ്ട്രെസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഇലക്ട്രോൺസിന് ആകെ എങ്ങോട്ടേക്ക് പോകാനേ വഴിയുള്ളൂ. ദ ഇലക്ട്രോൺസ് വിൽ ബി get pushed on to the ഓക്സിജനിലേക്ക് പോവാണ്. ഓക്സിജൻ അപ്പോൾ വല്ലാത്തൊരു ദേഷ്യം വരും അല്ലേ. ഓക്സിജൻ ആകെ എന്ത് ചെയ്യും? ഓക്സിജന് വല്ലാത്തൊരവസ്ഥ വരും, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വരും. അബ്സല്യൂട്ട്ലി ഇങ്ങനെയാണ് ഇവിടെ ROS ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ലൈറ്റ് ഒരുപാട് വന്നപ്പോൾ ഒരുപാട് ഷുഗേഴ്സിനെ ഡാർക്ക് റിയാക്ഷനിലൂടെ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ബിക്കോസ് ദേ ആർ അഡാപ്റ്റഡ് ടു ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസിന് വേറെ വഴിയില്ല. ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്, അവർ പോയിട്ട് ഓക്സിജനെ അറ്റാക്ക് ചെയ്യും, അവിടെ ROS പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് ലൈറ്റ് സ്ട്രെസ്സിൽ പറയാൻ. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, എല്ലാ സ്ട്രെസ്സും എന്താണ് അവസാനം എത്തിപ്പെടുന്നത് ROS എന്ന് പറയുന്ന പ്രൊഡക്ഷനിലേക്കാണ്. പക്ഷേ അതെന്ന വഴി എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നൗ വാട്ട് ഈസ് ടെമ്പറേച്ചർ സ്ട്രെസ്? ടെമ്പറേച്ചർ സ്ട്രെസ് എഫക്ട്സ് ഓൾമോസ്റ്റ് എവറി ഫങ്ഷൻ ഇൻ എ സെൽ. ഒരു ഫോട്ടോസിന്തസിസിന് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഭാഗത്തും എന്താണ് എവറി ഫങ്ഷൻ ഓഫ് എ പ്ലാന്റിനെയും ആരെ എഫക്റ്റ് ചെയ്യും? ഈ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ടു ഹോട്ട് ഓർ ടു കോൾഡ്. ബോത്ത് കണ്ടീഷൻ ഡിസ്റ്റർബ് ദ മെറ്റബോളിസം എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു പീപ്പിൾ റിമെമ്പർ. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനബോളിസം പ്ലസ് കാറ്റബോളിസം ആണ്. അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ബിൽഡിംഗ് അപ്പാണ്. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ആണ്. ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് എന്ത്, മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ടൂ ഹോട്ടാണെങ്കിലും ടൂ കോൾഡ് ആണെങ്കിലും ഇത് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു കണ്ടീഷനിലേക്കായിരിക്കും. ദാറ്റ് കോസ് പ്രോബ്ലംസ് ഇൻസൈഡ് ദ സെൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്, ഹൗ ടെമ്പറേച്ചർ എഫക്റ്റ് ദ പ്ലാന്റ്സിൽ, എങ്ങനെയാണ് ഇത് ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ഹീറ്റ് നമുക്കും ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഒരു വലിയ സ്ട്രെസ്സാണ് ഫോർ ഹ്യൂമൻ ബീങ് ആസ് വെൽ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ, ഹീറ്റ് മേക്സ് സെൽ മെംബ്രെയിൻ ടു ഫ്ലൂയിഡിക്. അതായത് എന്ത് സംഭവിക്കും, ഒരു ഫ്ലൂയിഡ് നേച്ചറിലേക്ക് അവർ ഹീറ്റ് താങ്ങാൻ പറ്റാതെ അവരുടെ സെൽ മെംബ്രെയിൻ അറിയാലോ, സെൽ മെംബ്രെയിൻ എന്താണെന്ന്, പ്ലാസ്മ മെംബ്രെയിനും സെൽ മെംബ്രെയിനും സെയിമാണ്. സോ സെൽ മെംബ്രെയിൻസ് എന്തായിട്ട് മാറും, ഭയങ്കര ഫ്ലൂയിഡ് നേച്ചറായിട്ട് മാറും. വൈൽ കോൾഡ് മേക്സ്, ഇത് ഹീറ്റാണെങ്കിൽ എന്ത് ചെയ്യും, യെസ് ഭയങ്കര ഫ്ലൂയിഡാക്കി മാറ്റും. നേരെ മറിച്ച് നല്ല കോൾഡ് ആണെങ്കിലോ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ടു സ്റ്റിഫായിട്ട് മാറും. അതായത് ഇവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് പ്രോട്ടീൻ കോംപ്ലെക്സസ് ഡോണ്ട് വർക്ക് പ്രോപ്പർലി, ഇലക്ട്രോൺ ഫ്ലോ അവിടെ ഡിസ്റ്റർബ് ആവാണ്. ആൻഡ് അയൺസ് കാൺട്ട് മൂവ് നോർമലി. അയൺസിന് പ്രോപ്പറായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഇലക്ട്രോണിന് പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, പ്രോട്ടീൻ കോംപ്ലെക്സസ് വർക്ക് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി അവിടെ എന്ത് നടക്കാണ്, പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് അല്ലേ. യെസ്, സോ ഇഫക്റ്റ് ഓൺ DNA, RNA ആൻഡ് പ്രോട്ടീൻ. സോ ബോത്ത് ഹീറ്റ് രണ്ടും അല്ലേ, ഹീറ്റായാലും ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചർ കുറഞ്ഞാലും എന്താണ്, ക്യാൻ ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ DNA-ൻ്റെയും RNA-ൻ്റെയും ഈവൻ നല്ല ഫോൾഡഡ് ആയിട്ട് നടക്കുന്ന നമ്മുടെ പ്രോട്ടീൻസിൻ്റെ അടക്കം എന്ത് ചെയ്യും, ഈ പറയുന്ന സ്ട്രക്ചർ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ ദിസ് എഫക്ട്സ് ട്രാൻസ്ക്രിപ്ഷൻ എഫക്റ്റ് ചെയ്യില്ലേ, ഓഫ് കോഴ്സ് ട്രാൻസ്ലേഷൻ എഫക്റ്റ് ചെയ്യില്ലേ, RNA പ്രോസസ്സിങ് ഇല്ലാണ്ടാവില്ലേ. യെസ്, നമുക്ക് ഉദ്ദേശിച്ച പ്രോട്ടീൻ ഉണ്ടാകുമോ, ഇല്ല. സോ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ ഓൾസോ ഗെറ്റ് ബ്ലോക്കഡ് ലീഡിങ് ടു പ്രോട്ടീൻ ക്ലംസ്. പ്രോട്ടീൻ ആവശ്യമില്ലാത്ത പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് അവിടെ ബ്ലോക്കായി, അവിടെ പ്രോട്ടീൻ ഇങ്ങനെ ക്ലമ്പ് കൂടി കിടക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ക്ലംപ് ഫോർമേഷൻ നടന്നു, ഡിസ്ട്രപ്ഷനും നടക്കുന്നില്ല, പുതിയ പ്രോട്ടീൻ ഫോർമേഷനും നടക്കുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ക്ലംപ് ഫോം ചെയ്യാണ്. സോ ദീസ് ക്ലംസ് ഇൻ്റർഫിയർ ദ സൈറ്റോസ്കെലറ്റൻ ആൻഡ് ഓർഗനൽ ഫങ്ഷൻ. ഇവർ നേരെ പോയിട്ട് വിടുമോ, ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓർഗനലീസിനെയും ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, ഓർഗനലീസിനെ ഡിസ്റ്റർബ് ചെയ്യും, മാത്രമല്ല സൈറ്റോസ്കെലറ്റനെ ഡിസ്റ്റർബ് ചെയ്യും. കംപ്ലീറ്റ്ലി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണല്ലേ. യെസ്, സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, യെസ് എല്ലാ വളരെ ഒരു മിതമായ ലെവലിലുണ്ടെങ്കിൽ മാത്രമാണ് പ്ലാന്റ്സിലായാലും ഹ്യൂമൻസിലായാലും സ്ട്രെസ് ഇല്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് അപ്പം നമുക്കിതൊന്ന് സമ്മറായി പറയാം. ലൈറ്റ് സ്ട്രെസ് occur when shade plants suddenly face full sunlight, causes extract light energy and ROS formation. അതാണ് നമ്മുടെ ലൈറ്റ് സ്ട്രെസ്സിൽ നടക്കുന്നത്. ടെമ്പറേച്ചറിലാണെങ്കിൽ വിച്ച് എഫക്ട്സ് ദ മെറ്റബോളിസം, മെംബ്രെയിൻ, enzymes, DNA, RNA and protein quality control. So understanding the stresses help us appreciate how plants survive in changing environment. മാറിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനൊരു സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അവർ ഇത് കൺട്രോൾ ചെയ്ത് പോയത് അല്ലേ എന്നറിയാം. ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ മനുഷ്യന്മാരും ഉണ്ട് അല്ലേ, ഒരുപാട് ആൾക്കാർ പല സിറ്റുവേഷൻസിലൂടെ, നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സർവൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വി ഹാവ് ടു അപ്രിഷിയേറ്റ് ദം ആസ് വെൽ. So that's all about this class. Now let's continue the topic in the next session.